കേരള DTH ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ടാറ്റ പ്ലേ ബിഞ്ച് എന്നുള്ള OTT ആപ്ലിക്കേഷനെ കുറിച്ചാണ്. ഇതിൻ്റെ വീഡിയോ തയ്യാറാക്കാനുള്ള പ്രധാന കാരണം കൂടി ഞാൻ പറയാം. ഇതിൽ ഏറ്റവും കൂടുതൽ ഇപ്പം നമുക്കറിയാം, ഇപ്പം നിലവിലുള്ള DTH കൊടുക്കുന്ന OTT ആപ്ലിക്കേഷനിൽ ഏറ്റവും കൂടുതൽ OTT ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് ടാറ്റ പ്ലേ ബിഞ്ചാണ്. അപ്പോൾ അതും ചെറിയ എമൗണ്ടിൽ കൂടുതൽ OTT ഉപയോഗിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് എടുക്കാൻ ഏറ്റവും ലാഭകരമായ ഒരു ആപ്ലിക്കേഷനാണ് ടാറ്റ പ്ലേ ബിഞ്ച്. അത്യാവശ്യം നല്ല എല്ലാ പാക്കേജിൽ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അവർ. അപ്പോൾ ഈ പാക്കേജിനെ പറ്റിയിട്ടാണ് കാണിക്കാൻ പോകുന്നത്. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് കൊടുക്കാൻ മറക്കരുത്. ഇത് ഉപകാരപ്പെടുന്നത് ഉറപ്പാണ്. അപ്പം നിങ്ങൾ ആദ്യം ടാറ്റ പ്ലേ ബിഞ്ച് നിങ്ങൾക്കിത് മൊബൈലിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ആൻഡ്രോയിഡ് TV അല്ല ആൻഡ്രോയിഡ് സെറ്റ് ബോക്സ് എല്ലാത്തിലും ഇത് സപ്പോർട്ടിംഗ് ആണ് ഇപ്പം. അതുമാത്രമല്ല നിങ്ങൾക്ക് 4 ഡിവൈസ് വരെ പല OTT ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്. ആദ്യം നിങ്ങൾ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ നമ്പർ വെച്ച് ലോഗിൻ ചെയ്യാം. അപ്പം ഇവിടെ മുകളിൽ നിങ്ങൾക്ക് കാണാം സബ്സ്ക്രൈബ് എന്നുള്ള ഓപ്ഷൻ. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ ഇതിൻ്റെ പ്ലാനുകളാണ് ഇനി കാണിക്കാൻ പോകുന്നത്. ജസ്റ്റ് വെയിറ്റ് ചെയ്താൽ ഏറ്റവും ചെറിയത് ആദ്യം കാണിക്കുന്നത് 22 ആപ്ലിക്കേഷനാണ് 199. അത് 3 മന്ത് 499, 6 മന്ത് 899, ഒരു കൊല്ലം 1599. ഓരോന്നും കൂടുന്നതിനനുസരിച്ചിട്ട് ഡിസ്കൗണ്ട് ശതമാനം കൂടുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവും. ഈ 199 റുപ്യക്ക് മന്ത്ലി വരുമ്പോൾ നിങ്ങൾക്ക് ജിയോ ഹോട്ട്സ്റ്റാർ ഉണ്ട്, Z5 ഉണ്ട്, സോണി ഉണ്ട്, ലാങ്സ് ഗേറ്റ് എന്ന പ്ലേ ഉണ്ട്. ഇത് ഇംഗ്ലീഷ് നല്ലൊരു ആപ്ലിക്കേഷനാണ്, കാരണം ഒരുപാട് ഇംഗ്ലീഷ് മൂവീസൊക്കെ ഉണ്ട്. പിന്നെ ആപ്പിൾ TV പ്ലസ് ഉണ്ട്. ഇത് നിങ്ങൾക്ക് ആപ്പിൾ അക്കൗണ്ടൊക്കെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിലും ഒരുപാട് മലയാള സിനിമകൾ വരെ വരുന്നുണ്ട്. അതുപോലെ ഫാൻഗോഡ്, ഹങ്കാമ അങ്ങനെയൊക്കെയാണുള്ളത്. ഇത് 199 രൂപയ്ക്ക് ഇത്രയും ആപ്ലിക്കേഷനാണ്. പിന്നെ ഇതിലും ഇത് ഏറ്റവും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള പ്ലാൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നോക്കിക്കോ. ഇത് നിങ്ങൾക്ക് 249 രൂപയ്ക്ക് നിങ്ങൾക്ക് 6 ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, സെലക്ട് ചെയ്യാം. അപ്പോൾ ഇതിൽ പ്രൈമും വരുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു OTT ആപ്ലിക്കേഷനാണ് പ്രൈം. കൂടുതൽ സിനിമകളും കൂടുതൽ മലയാള സിനിമകളും ഒക്കെ വരുന്ന ജിയോ ഹോട്ട്സ്റ്റാർ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 6 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചൂസ് ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത് എമൗണ്ട് സെലക്ട് ചെയ്യണം. എമൗണ്ട് 249 സെലക്ട് ചെയ്താൽ ചൂസ് യുവർ ആപ്പ് എന്ന ഓപ്ഷൻ വരും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാം. ഇതിൽ നിങ്ങൾക്കിപ്പം 6 പ്രൈം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട OTT ആണ്. ജിയോ ഹോട്ട്സ്റ്റാർ 2, പിന്നെ സോണി Z5 4, പിന്നെ മനോരമ മാക്സ് ഉണ്ട് 5, സൺ നെക്സ്റ്റ് 6, പിന്നെ കുറേ ഉണ്ട്. അപ്പോൾ ഏതാണ്ട് 6 നിങ്ങൾക്ക് മലയാളം പ്രധാനപ്പെട്ട എടുക്കുമ്പോൾ നിങ്ങൾക്ക് 249 രൂപയേ വരുന്നുള്ളൂ. ഇതിൽ നിങ്ങൾക്ക് ഈ ഹോട്ട്സ്റ്റാറൊക്കെ നിങ്ങളുടെ മൊബൈൽ നമ്പർ വെച്ച് എടുക്കുമ്പോൾ 2-3 ആൾക്കൊക്കെ നിങ്ങൾക്ക് മൊബൈൽ നമ്പറിൽ OTP പറഞ്ഞു കൊടുത്താൽ അവർക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ Z5 സോണിയും ഒക്കെ. അപ്പോൾ ഇങ്ങനൊരു ഓപ്ഷനാണ് 249 രൂപയ്ക്ക്. ഇനി അടുത്തൊന്ന് കാണിച്ചു തരാം. കുറച്ചുകൂടി വലിയതാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഏറ്റവും ടോപ്പ് 33 OTT ആപ്ലിക്കേഷൻ 349 റുപ്യ, മന്ത്ലി 989, 3 മന്ത് 1959, 6 മന്ത് 3829, ഒരു കൊല്ലം. അതിൽ നിങ്ങൾക്ക് നോക്കിക്കോ, ഇത്രയും ആപ്ലിക്കേഷനാണ് അവർ കൊടുക്കുന്നത്. ഇതിൽ മലയാളം പ്രോഗ്രാം വരുന്നത് പ്രൈം, ആപ്പിൾ വരുന്നുണ്ട്, ജിയോ ഹോട്ട്സ്റ്റാർ വരുന്നുണ്ട്, Z5 വരുന്നുണ്ട്, സോണി വരുന്നുണ്ട്, സൺ നെക്സ്റ്റ് വരുന്നുണ്ട്, ആഹാ വരുന്നുണ്ട്, പിന്നെ മനോരമ മാക്സ് വരുന്നുണ്ട്. പിന്നെ അത് മലയാളം മറ്റൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, ഞാൻ എൻ്റെ വിരൽ വെച്ചെടുത്ത് അത് ഉണ്ട്. പിന്നെ കുറേ വക്ക് പൊട്ടിയ കുറേ OTT ഉണ്ട്. പക്ഷേ നമുക്ക് വക്ക് പൊട്ടിയതാണെങ്കിലും അവരുടെ ലാംഗ്വേജിൽ അവർക്ക് സൂപ്പറായിരിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ കുറേ ആപ്ലിക്കേഷൻ. പക്ഷേ ഇത് ഒരുപാട് ആൾക്കാർ നിലവിൽ ഉപയോഗിക്കുന്നുണ്ട്. 33 OTT ആപ്സ് വലിയ ലാഭമാണ്. ഇത് ശരിക്കും 2-3 ആൾക്കൊക്കെ ഷെയർ ചെയ്ത് ഉപയോഗിക്കാം. കാരണം ഈ 349 റുപ്യയെ വെച്ചിട്ട് നമുക്ക് ഒരു 3 ആൾക്കെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ, അല്ല 2 ആൾക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ലാഭമാണ്. അത്ര OTT ഉണ്ട്. വീട്ടിൽ ഇൻ്റർനെറ്റുള്ള ആൾക്കാർക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ടാറ്റ പ്ലേയുടെ OTT ആപ്ലിക്കേഷനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് താല്പര്യമുള്ള ആളുകൾക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ അടുത്തൊരു OTT ആപ്ലിക്കേഷനെ പറ്റിയിട്ട് ഞാൻ വീഡിയോ ഇടാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം ഇത്രയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ മൊബൈൽ നമ്പർ ഇടത് ഭാഗത്ത് കൊടുക്കുന്നുണ്ട്, അതിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം.